പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ സോളോ സിക്കോവ സൂപ്പർ താരമായ റോമൻ റീൻസിന് കൊടുത്ത വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് റിങ്ങിൽ കാണാൻ സാധിച്ചു. ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടോങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലറിനെ ഒഫീഷ്യലായി ബ്ലഡ് ലൈനിലെ മെമ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരുന്നു. അതിന് പ്രകാരം ഈ 3 റെസ്ലേഴ്സും പോൾ ഹേമനും റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് പോൾ ഹേമൻ പറയുന്നുണ്ട് റോമൻ റീൻസ് തിരികെ വരുന്നത് വരെ ഹെഡ് ഓഫ് ദി ടേബിളായി ബ്ലഡ് ലൈൻ്റെ നേതൃത്വം വഹിക്കാൻ പോകുന്നത് സോളോ സിക്കോവ ആയിരിക്കും എന്നുള്ളത്. സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആളായിട്ട് ടാമ ടോങ്കയെ സെലക്ട് ചെയ്യുന്നു. ഇൻഫേമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് ടോങ്ക ലോവയെയും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് കെവിൻ ഓവൻസും സ്ട്രീറ്റ് പ്രോഫിറ്റും ഒക്കെ വന്ന് പിന്നീട് അത് മെയിൻ ഇവൻറ്റിലേക്കുള്ള ഒരു 6 മാൻ ടാഗ് ടീം മത്സരം പോലെ മാറ്റി എഴുതുന്നുമുണ്ട്. അപ്പോൾ പോൾ ഹേമിന് ഇതൊന്നും ഇഷ്ടപ്പെടാതെ അദ്ദേഹം ബാക്ക് സ്റ്റേജിലൂടെ പോകാൻ ശ്രമിക്കുന്ന സമയത്ത് സോളോ വന്നിട്ട് പോൾ ഹേമിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മെയിൻ ഇവൻറ്റിലേക്ക് ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം വെക്കണം, അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റിൽ പോൾ ഹേമിനും ടാമ ടോങ്കയും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കളിക്കേണ്ടി വരും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ സോളോ സിക്കോവ റോമൻ റീൻസ് തിരികെ വരുന്നത് വരെ ഹെഡ് ഓഫ് ദി ടേബിൾ ആയിരിക്കും എന്നുള്ളത് പോൾ ഹേമൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ സോളോ സിക്കോവയ്ക്ക് എന്താണോ വേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. ഇനി മെയിൻ ഇവൻറ്റിലെ 6 മാൻ ടാഗ് ടീം മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരം കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. മത്സരത്തിൽ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ കെവിൻ ഓവൻസ്, സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതായത് മത്സരത്തിൻ്റെ അവസാനം സ്ട്രീറ്റ് പ്രോഫിറ്റ് അംഗങ്ങളെ സ്റ്റീൽ ചെയർ കൊണ്ട് സോളോ സിക്കോവ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സോളോ സിക്കോവയും ബ്ലഡ് ലൈനിലെ ടാമ ടോങ്കയും ടോങ്ക ലോവയും ചേർന്നുകൊണ്ട് മോൻറ്റസ് ഫോർഡിനെയും ഏഞ്ചലോ ഡോക്കിൻസിനെയും ആക്രമിക്കുന്നുണ്ട്. കെവിൻ ഓവൻസ് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെയും ഇവർ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ മോൻറ്റസ് ഫോർഡിനെ ഈ സോളോ സിക്കോവ ആക്രമിക്കുന്നത് ആദ്യം സംഭവം സ്പൈക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം സ്പിയർ ചെയ്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അത് റോമൻ റീൻസിനുള്ള ആദ്യത്തെ വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി കെവിൻ ഓവൻസിനെ ഇവർ ആക്രമിച്ചുകൊണ്ട് സ്മാക്ഡൗൺ അവസാനിപ്പിക്കുന്ന ഒരു രീതി ട്രിപ്പിൾ പവർ ബോംബ് ചെയ്തുകൊണ്ടാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ട്രിപ്പിൾ പവർ ബോംബ് എവിടെ നിന്നാണ് WWE ഇത്രയും ഫേമസ് ആയത് എന്നുള്ളത്. റോമൻ റീൻസും കൂടി അംഗമായ ഷീൽഡായിരുന്നു ട്രിപ്പിൾ പവർ ബോംബ് ഇത്രയും ഫേമസ് ആക്കിയത്. അതും റോമൻ റീൻസിനുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ 3 വെല്ലുവിളികളാണ് ഇന്ന് സോളോ സിക്കോവ സൂപ്പർ താരമായ റോമന് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ ബ്ലഡ് ലൈൻ്റെ നേതൃത്വ പദവിയിലേക്ക് ഒഫീഷ്യലായി അദ്ദേഹം കയറി വരുന്നു. പോൾ ഹേമനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുന്നു. രണ്ടാമത്തേത് റോമൻ റീൻസിൻ്റെ ഫിനിഷിംഗ് മൂവായ സ്പിയർ അദ്ദേഹം മറ്റ് റെസ്ലേഴ്സിനെതിരെ ചെയ്യുന്നു. മൂന്നാമത്തേത് ട്രിപ്പിൾ പവർ ബോംബ് എന്ന് പറയുന്ന ആ ഷീൽഡിൻ്റെ ഫിനിഷിംഗ് മൂവും അവർ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളോ സിക്കോവയുടെ എതിരാളി അത് റോമൻ തന്നെയായിരിക്കും. റോമൻ റീൻസിനെതിരെയാണ് താൻ നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് സോളോ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.